നിങ്ങൾ യു എയിൽ ബൈക്ക് ഡെലിവറി ചെയ്യുന്ന ആളാണോ? നിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ ചതി നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ഓർഡർ വന്നു. ഞാൻ ആ ഓർഡർ എടുത്ത് ഓർഡറിലെ ലൊക്കേഷനിലേക്ക് പോവാണ്. പോകുന്ന വഴി എൻ്റെ ഫോണിലേക്ക് കസ്റ്റമർ വിളിച്ചു. കസ്റ്റമർ വിളിച്ചതല്ല കേട്ടോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചതാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് ഇതാ ഈ ഒരു കാർഡ്, ഗിഫ്റ്റ് കാർഡ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കാർഡിന്റെ ഫോട്ടോ സഹിതം എൻ്റെ വാട്സപ്പിലേക്ക് വന്നു. നിങ്ങൾ അടുത്തുള്ള ലുലു മാളിന്നോ അല്ലെങ്കിൽ നെസ്റ്റോന്നോ, ലുലു മാളിന്ന് വാങ്ങാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ കസ്റ്റമറെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കസ്റ്റമർ പറഞ്ഞ ലൊക്കേഷൻ വീടിന്റെ മുന്നിൽ പോയിട്ട് ഞാൻ നിന്നു. ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, ഞാൻ പുറത്തുണ്ട്, നിങ്ങൾ വാ, ഈ സാധനം വാങ്ങ്. എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനുള്ള സമയമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സാധനം എടുത്തിട്ട് എനിക്ക് ആ ക്യാഷ് തരൂ, ഞാൻ പോവാണ്, കാരണം എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് അഭ്യർത്ഥിച്ചിട്ടും ആൾ പുറത്തേക്ക് വന്നില്ല. ആൾ ഒരൊറ്റ നിർബന്ധത്തിൽ നിൽക്കുകയാണ്, നിങ്ങൾ പോയിട്ട് ആ ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കൊണ്ട, എന്നിട്ട് ഈ സാധനത്തിന്റെ ഗിഫ്റ്റ് കാർഡിന്റെ പൈസ കൂടി ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു, എന്നാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം ഈ സാധനം എടുത്തിട്ട് ആ ഗിഫ്റ്റ് കാർഡിന്റെ പൈസ എനിക്ക് താ, ഞാൻ നിങ്ങളെ വീടിന്റെ പുറത്തുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പോയി വാങ്ങി കൊണ്ടു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. അങ്ങനെ നിവൃത്തി ഇട്ടിട്ട് ഞാൻ ആ വീടിന്റെ കോണിംഗ് ബെല്ലടിച്ചു. വീടിന്റെ ബെല്ലടിച്ചപ്പോൾ വീട്ടിൽ നിന്നും യഥാർത്ഥ ഓണർ വന്നു. അയാൾക്ക് ഞാൻ ഈ നമ്പർ കാണിച്ചു കൊടുത്തു. അയാൾ പറയുന്നത് ഇയാൾ എനിക്ക് അറിയും കൂടി ഇല്ലാതാണ്. അപ്പൊ നമ്പർ 1 സ്കാമാണ്. നിങ്ങളെ ഈ ഡെലിവറി ഡ്രൈവർമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പറ്റിക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ ഗിഫ്റ്റ് കാർഡിന്റെ പരിപാടിയൊക്കെ കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുക. ഈ ഗിഫ്റ്റ് കാർഡിന്റെ മുകളിലുള്ള നമ്പർ അവരെങ്ങനെങ്കിലും കൈക്കലാക്കും. നിങ്ങളോട് പറയും ആ ഫോട്ടോ എടുത്ത് വിടുമെന്ന് പറയും ഗിഫ്റ്റ് കാർഡിന്റെ നമ്പർ. അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ആ നമ്പർ നിങ്ങൾ അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനോ ഒന്നിനും കഴിയില്ല. അപ്പൊ ഡെലിവറിക്കാർക്ക് ഈ സാധനവും, ഈ കൊണ്ടുപോകുന്ന ഡെലിവറിന്റെ സാധനവും നഷ്ടവും, ഗിഫ്റ്റ് കാർഡ് വാങ്ങിയ പൈസയും നഷ്ടവും. അതുകൊണ്ട് ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ വാങ്ങാണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ഓർഡറുകൾ യുഎഇന്റെ നമ്പറിലായിരിക്കില്ല വരിക, പുറത്തുള്ള കൺട്രീസിന്റെ ഓരോ നമ്പറിലായിരിക്കും വരിക. അതാണ് ഫേക്കാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള നമ്പർ വരുമ്പോൾ തന്നെ ആ ഓർഡർ എടുക്കാണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.